കാലങ്ങളായി ഇടുക്കി ജില്ലയുടെ തോട്ടം മേഖലയിൽ ജീവിക്കുന്ന തമിഴ് വംശജർക്ക് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൽ കാലതാമസം. മിക്ക ആളുകൾക്കും ഇത് ലഭിക്കുന്നുമില്ല. 50 വർഷത്തിന് മുകളിൽ ഇവിടെ തന്നെ താമസിച്ചു എന്ന രേഖ സമർപ്പിക്കണം എന്നാണ് വില്ലേജ് അധികൃതർ പറയുന്നത്. എന്നാൽ തോട്ടം മേഖലയുടെ ഉന്നമനത്തിനു വേണ്ടി പാടുപെട്ട ജനങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് ഉപാധികൾ കൂടാതെ നൽകണമെന്ന ആവശ്യവുമായി കേരള പള്ളർ സമുദായം രംഗത്ത് എത്തിയിരിക്കുകയാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിശ്വസ്ത കേന്ദ്രം ഇനി വണ്ടിപ്പെരിയാറിലും. റുവ സ്പൈസസ്, കക്കിക്കവല ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. ഗുണമേന്മയുടെ രുചി, വിശ്വാസത്തിന്റെ വില. റുവ സ്പൈസസ്. 1870 കാലം മുതൽ തന്നെ ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള തോട്ടം മേഖലയിൽ തൊഴിലാളികളായി എത്തിയത് തമിഴ്നാട്ടിൽ നിന്നുമുള്ള ആളുകളാണ്. ഇത്രയും അധികം കാലം ഇടുക്കി ജില്ലയുടെ ഉന്നമനത്തിനും കേരളത്തിന്റെ വികസനത്തിനും വേണ്ടിയിട്ട് ജീവൻ വരെ ബലിയർപ്പിച്ച പല ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കൊച്ചുമക്കൾക്കോ മക്കൾക്കോ നിലവിൽ ഇവിടെ പഠനം നടത്തണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അച്ഛനോ അമ്മയോ അവരുടെ പൂർവികരോ 50 വർഷത്തിന് മുകളിൽ ഇവിടെ താമസക്കാരായിരുന്നു എന്ന രേഖ സമർപ്പിക്കണം എന്നതാണ്. എന്നാൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഒട്ടനവധി ആളുകളാണ് ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശത്ത് ഉള്ളത്. ഇവർക്ക് അങ്ങനെ ഒരു രേഖ സമർപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. ഇതുകൊണ്ട് തന്നെ കേരള പള്ളർ സമുദായ സംസ്ഥാന പ്രസിഡന്റ് എസ് കാളീശ്വരന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, പട്ടികജാതി വികസന മന്ത്രി, ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലെ MLA-മാർക്കും കളക്ടർക്കും ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടിയന്തരമായി തന്നെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നിയമം നടപ്പിലാക്കണം എന്നുള്ളതാണ് ആവശ്യം. ഞാൻ ഒരു തോട്ടം തൊഴിലാളിയായിരുന്നു. അച്ഛനും തോട്ടം തൊഴിലായിരുന്നു, എൻ്റെ അമ്മയും തോട്ടം തൊഴിലായിരുന്നു. ഈ കഷ്ടപ്പാട് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഒരു വാർത്ത കൊടുക്കാൻ പോകുന്നത്. ഞാൻ കൊടുത്തത് ഇപ്പം ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഒരു ജാതി ഇട്ട് പോവുകയാണെങ്കിൽ ജാതി ഇട്ട് കിട്ടുന്നില്ല. കാരണം വന്നിട്ട് 30 വർഷം 35 വർഷം ഒരു ഇഷ്ട തൊഴിലാളി പണിക്ക് പോകുന്നുണ്ട്. പണിക്ക് പോയിട്ട് 60 വയസ്സാകുമ്പോൾ റിട്ടയർഡ് ആകുന്നുണ്ട്. റിട്ടയർഡായി കഴിഞ്ഞിട്ട് 3 സെൻറ്റ് ഭൂമി വാങ്ങിയിട്ട് ഒരു വീട് വയ്ക്കാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പർമാരെ പഞ്ചായത്ത് ഒരു വീട് അനുവദിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജാതി ഇട്ട് പോകാൻ നേരത്ത് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവരുടെ സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, അവർ പഠിച്ചിട്ടില്ല. വില്ലേജ് ഓഫീസർ ചോദിക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ നിർബന്ധമായിട്ട് ചോദിക്കുന്നു. അവർ അച്ഛനും അമ്മയും 60 വയസ്സ് ഒരു ആൾക്കാണെങ്കിൽ അവർ അച്ഛനും അമ്മയും ജീവിച്ചിട്ടില്ല, മരിച്ച ആൾക്കാർ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കൂടുതൽ ആളും പഠിച്ചിട്ടില്ല, പഠിക്കാത്ത ആൾക്കാരാണ്. തോട്ടത്തിനുള്ളിൽ കൂടുതൽ ആളുകൾ പഠിക്കാത്ത ആൾക്കാരാണ്. പഠിപ്പ് ഇപ്പോൾ ഒന്ന് 2000 ഇപ്പുറത്താ കൂടുതൽ ആൾക്കാർ പിള്ളേർ പഠിക്കാൻ പോകുന്നു. പഠിക്കാനും സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, ധനസഹായം വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, ചികിത്സ കൂടെ കിട്ടാതെ ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത കണ്ടു. മൂന്നാറിലെ 5 പേർ സംസാരിക്കുന്നു. ആ സംസാരിക്കാൻ നേരത്ത് ഇവിടെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് പോയപ്പം കിട്ടുന്നില്ല. ഒരു സ്ത്രീ പറയുക സർട്ടിഫിക്കറ്റ് കിടക്കണം, ഞങ്ങളെല്ലാം ചെത്തു പോകുന്നു. ആ വേദനയോടാണ് ഇപ്പോഴും പറയുന്നത് 100% ഞങ്ങളുടെ ജനങ്ങൾ തോട്ടം തൊഴിലാളിയാണ്. 3-4 തലമുറയാണ് ഇവിടെ ജീവിക്കുന്നത്, 5 തലമുറയായിട്ട് ജീവിക്കുന്ന ജനങ്ങളുണ്ട്. നമ്മൾ പറയുന്നത് വേറെ ഒന്നുമില്ല. ഒരാൾ ആവശ്യം സർട്ടിഫിക്കറ്റ് പഠിക്കാത്ത ആൾക്കാർ പോവുകയാണെങ്കിൽ സഹോദരിയോ ഉണ്ടെങ്കിൽ അവർ കൊടുക്കണം. ഇടുക്കി ജില്ലാ കളക്ടറെയും ഇടുക്കി SP-യെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ജാതി സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നത് കൊണ്ട് ലഭിക്കേണ്ട യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്ന വലിയ പ്രശ്നമാണ് ഇവിടെ ഉയരുന്നത്. ഉപാധികൾ കൂടാതെ ജാതി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നടപടി എടുക്കണം എന്നുള്ളതാണ് കേരള പള്ളർ സമുദായത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.